നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഖമീനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ സൈനിക നീക്കം ആരംഭിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഇതിന് പിന്നാലെ ഇറാനെ നാമാവശേഷമാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. തങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്ര ശക്തമായ പ്രഹരം ഇന്ന് നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതിന് മുതിരരുതെന്നും ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ ആപ്പിൽ കുറിച്ചു. അവർ അങ്ങനെ ചെയ്താൽ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ശക്തിയോടെ തങ്ങൾ അവരെ തകർക്കും എന്നായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. ഖമീനിയുടെയും കുടുംബാംഗങ്ങളുടെയും മരണവാർത്ത സ്ഥിരീകരിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ 27 അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഇസ്രായേലിലെ ടെൽ-അവീവിനും നേരെ ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഖത്തറിലും UAEയിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഖമീനിയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാന്റെ ഔദ്യോഗിക ചാനലായ പ്രസ് ടിവിയിലെ വാർത്താ അവതാരകൻ വികാരധീനനായി പൊട്ടിക്കരഞ്ഞത് ഇറാന്റെ ആത്മവീര്യത്തിനേറ്റ വലിയ പ്രഹരമായി കാണപ്പെടുന്നു. ഖമീനിയുടെ രക്തസാക്ഷിത്വം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ഇറാൻ സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. ടെഹ്റാനിലെ എംഖലാബ് സ്ക്വയറിലും കർബലയിലെ ഇമാം ഹുസൈൻ പള്ളിയിലും ഖമീനിയുടെ ചിത്രങ്ങളുമായി ആയിരക്കണക്കിന് ആളുകളാണ് വിലാപയാത്ര നടത്തുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അധിനിവേശ കേന്ദ്രങ്ങളെയും ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണം നിമിഷങ്ങൾക്കുള്ളിൽ കടുപ്പിക്കുമെന്നാണ് IRGC അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഏതൊരു പ്രകോപനത്തിനും 10 ഇരട്ടി ശക്തിയിൽ മറുപടി നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അമേരിക്കൻ നാവികസേനയും വ്യോമസേനയും. ഇറാൻ തങ്ങളുടെ ആയുധശേഷി പരീക്ഷിക്കാൻ മുതിർന്നാൽ അത് ആ രാജ്യത്തിന്റെ തന്നെ അന്ത്യത്തിന് വഴിയൊരുക്കുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചന. ലോകം കാത്തിരിക്കുന്നത് ഭയാനകമായ ഒരു യുദ്ധവാർത്തയ്ക്കാണെന്നും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നു. ഇന്ന് എന്തും പശ്ചിമേഷ്യയിൽ സംഭവിക്കാം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇന്ന് രാവിലെയാണ്. ദശാബ്ദങ്ങൾക്കിടെ ഇറാൻ മണ്ണിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിതെന്നാണ് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. ഖമീനിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്ത് 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖമീനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലോകത്തെ പ്രധാന എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഇത് ആഗോള വിപണിയിൽ വലിയ എണ്ണ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും ആശങ്കയുണ്ട്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള വിമാന സർവീസുകളും റദ്ദാക്കി. ഇറാനിലുടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളെയും മുതിർന്ന നേതാക്കളെയും ലക്ഷ്യമിട്ടായിരുന്നു US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണം. ഏകദേശം 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ 500ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ടെഹ്റാനിലെ ഖമീനിയുടെ വസതി പൂർണ്ണമായി തകർക്കപ്പെട്ടതായും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഖമീനിക്ക് പുറമെ ഇറാന്റെ സൈനിക ഭരണ നേതൃത്വത്തിലെ നിരവധി പ്രമുഖരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ, റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ മുഹമ്മദ് പക്പൂർ, മുതിർന്ന ഉപദേശകൻ അലി ഷംഖാനി ഉൾപ്പെടെ 5 സൈനിക കമാൻഡർമാർ എന്നിവരാണ് കൊല്ലപ്പെട്ട പ്രമുഖർ. ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട 40 പ്രമുഖർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഖമീനിയുടെ കുടുംബാംഗങ്ങളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മകളും മരുമകനും പേരക്കുട്ടിയുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനിടെ ഖമീനിയുടെ അടുത്ത പിൻഗാമി ആരാകുമെന്ന ചർച്ചകൾ തുടങ്ങി. രണ്ടാമത്തെ മകൻ മുജ്തബ ഖമീനി പരമോന്നത നേതാവാകുമെന്നാണ് വിവരങ്ങൾ. പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ 3 അംഗ താൽക്കാലിക സമിതിയാകും ഇറാൻ ഭരണകൂടത്തെ നയിക്കുക. 1989 മുതൽ ഇറാന്റെ പരമോന്നത അധികാരം കൈയാളിയിരുന്ന ഖമീനിയുടെ അന്ത്യം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതികാരം ചെയ്യുമെന്ന് വ്യക്തമാക്കി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഖമീനിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ലെന്നും ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഓപ്പറേഷൻ തുടങ്ങുകയാണെന്നും IRGC വ്യക്തമാക്കിയതായി ഇറാനിലെ വാർത്താ ഏജൻസിയായ ഫാസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു.
ഈ ഓപ്പറേഷൻ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്നും മേഖലയിലെ അധിനിവേശ പ്രദേശങ്ങളും അമേരിക്കൻ ഭീകരവാദ താവളങ്ങളുമായിരിക്കും ലക്ഷ്യമെന്നും IRGC അറിയിച്ചു. ഞങ്ങൾക്കൊരു മികച്ച നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിക്കുന്നു. മനുഷ്യരാശിയുടെ ഏറ്റവും ക്രൂരരായ കൊലയാളികളുടെ കൈകളാൽ ഖമനേയി കൈവരിച്ച രക്തസാക്ഷിത്വം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സേവനങ്ങൾ അംഗീകരിക്കപ്പെട്ടതിന്റെ അടയാളമാണ്. ഇറാനിലെ ജനങ്ങളുടെ പ്രതികാരത്തിന്റെ കൈകൾ അവരെ വെറുതെ വിടില്ലെന്നാണ് IRGC വ്യക്തമാക്കിയിരിക്കുന്നത്. ഖമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നെങ്കിലും ഇറാൻ നിഷേധിച്ചിരുന്നു. ഇന്ന് രാവിലെ മാത്രമാണ് ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഖമേനിയുടെ മൃതദേഹം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയതായി ഇസ്രായേൽ അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഖമേനി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. എന്നാൽ ഖമേനിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സുരക്ഷിതരാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ആദ്യം അവകാശപ്പെട്ടിരുന്നത്. ഇതിന് പിന്നാലെ ഖമേനി ജീവിച്ചിരിപ്പുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു എക്സ് പേജിൽ ഒരു പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഖമേനിയുടെ മരണത്തിൽ ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. 7 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചു. ആണവ കരാറിന് വഴങ്ങാത്ത ഇറാനെതിരെ ഇന്നലെ മുതൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തുകയാണ്. ഇതോടെ റംസാൻ വ്രതത്തിന്റെ പുണ്യനാളുകളിൽ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായി. ഇറാനിൽ രാഷ്ട്രീയ സൈനിക നേതാക്കളടക്കം 201 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 87 പേർ കുട്ടികളാണ്. മിനാബിലെയും ടെഹ്റാനിലെയും 2 സ്കൂളുകളിലും മിസൈൽ പതിക്കുകയായിരുന്നു. 747 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ലക്ഷക്കണക്കിന് മലയാളികളുള്ള ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചതോടെ കേരളവും കടുത്ത ആശങ്കയിലാണ്. ആക്രമണം നേരിട്ട മേഖലകളിൽ നിന്ന് മലയാളികളടക്കം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും അടച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്ന് തന്നെ പ്രതികാരം ചെയ്യുമെന്നാണ് IRGC മുന്നറിയിപ്പിൽ പറയുന്നത്. അത്തരത്തിലൊരു പ്രതികാര നടപടിക്കായിട്ട് ഇറാൻ മുതിർന്നു കഴിഞ്ഞാൽ ഇതുവരെയും ഇറാൻ കാണാത്ത തരത്തിലുള്ള വൻ തിരിച്ചടിയായിരിക്കും അമേരിക്ക നൽകുക എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്.